ജൂൺ 18 വെള്ളിയാഴ്ച അൽഹൊസൻ ആപ്പ് നിലച്ചിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഒന്നിച്ച് ഉപയോഗിച്ചത് കൊണ്ടാവാം, പ്രത്യേകിച്ച് അബുദാബിയിൽ മോളുകളിലേക്കുള്ള പ്രവേശനം, എവിടെയെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആളുകൾ ഒന്നിച്ചു കൂടാൻ തക്ക സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ അൽഹൊസൻ ആപ്പ് കാണിക്കണമെന്നുള്ളത് കൊണ്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്തതുകൊണ്ടും പിന്നെ PCR അപ്ഡേഷൻ ഒക്കെ വന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും സംഭവിച്ച ഒരു വർധനവിന്റെ തിരക്കാകാം ഇപ്പോൾ അൽഹൊസൻ ആപ്പ് താൽക്കാലികമായി ആ ഗ്രീൻ പാസ് സംവിധാനം തന്നെ നിർത്തലാക്കിയിരിക്കുന്നു. ഇനി അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ അതുണ്ടാവില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട വിഷയവും ആളുകൾ അറിയിക്കേണ്ടതും അൽഹൊസൻ ഫോർ ഓൾ എന്ന് പറയുന്ന പുതിയ ആപ്പ് സമ്പ്രദായം തൽക്കാലത്തേക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല, *48*, പിന്നെ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയുടെ 15 അക്ക നമ്പർ, പിന്നെ #, ഇത്രയും ഡയൽ ചെയ്തിട്ട് നമ്മുടെ കോളിലേക്ക് ഡയൽ ചെയ്താൽ മതി. നമ്മുടെ റിസൾട്ട് PCR-മായി ബന്ധപ്പെട്ടത് കിട്ടും. എപ്പോഴാണ് എടുത്തത്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ പേരും അവസാനം എടുത്ത തീയതിയും വാലിഡിറ്റിയും എല്ലാം കിട്ടുന്ന സമ്പ്രദായം താൽക്കാലികമായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. *48*, പിന്നെ എമിറേറ്റ്സ് ID നമ്പർ, അത് കഴിഞ്ഞിട്ടൊരു #, അത് കഴിഞ്ഞ് നമുക്ക് കോൾ ചെയ്യുന്ന രൂപത്തിൽ, ഡയൽ ചെയ്യുന്ന രൂപത്തിൽ ചെയ്താൽ മറുപടി കിട്ടുന്നതായിരിക്കും. അബുദാബിയിൽ പ്രൈവറ്റ് ക്ലിനിക്കുകളെല്ലാം സിനോഫാമിന്റെ ഫസ്റ്റ് ഡോസിന് വേണ്ടിയുള്ള അപ്പോയിന്റ്മെന്റ് തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നു. എന്നാൽ സേഹ നമുക്ക് സിനോഫാമിന്റെ എല്ലാ ഡോസും, അതായത് ഫസ്റ്റും സെക്കൻഡും നൽകാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ പ്രശ്നമൊന്നും വന്നിട്ടില്ല. VPS ആവട്ടെ, NMC അല്ലെങ്കിൽ മെഡിക്ലിനിക്, ഇവയിലൊന്നും സിനോഫാമിന്റെ ഒന്നാമത്തെ ഡോസ് കൊടുക്കുന്നില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സെഹയിലാണെങ്കിൽ സിനോഫാമുമുണ്ട്, ഫൈസറുമുണ്ട്, ഒന്നുമുണ്ട്, രണ്ടുമുണ്ട്. അതിനുവേണ്ടി സേഹയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രാവൽ അപ്ഡേറ്റ് പരിശോധിച്ചാൽ ജൂലൈ 6 ശേഷമായിരിക്കും മിക്കവാറും ഫ്ലൈറ്റുകൾ ആരംഭിക്കുക എന്ന സൂചനയിൽ തന്നെ ഇപ്പോഴും ഇത് പറയുന്ന ജൂൺ 18 രാത്രിയിലും കാര്യങ്ങൾ നിൽക്കുകയാണ്. ജൂലൈ 6 ശേഷം 7-ാം തീയതിയോ മറ്റോ ആരംഭിക്കാനുള്ള, ഏതായാലും ജൂലൈ 6 മുമ്പ് സാധാരണ ഫ്ലൈറ്റുകൾ ഉണ്ടാകില്ലെന്ന കാര്യം ഏറെക്കുറെ ധാരണയായി തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്, നേരത്തെ പറഞ്ഞത് പ്രകാരം. എന്നാൽ ഇൻവെസ്റ്റർ വിസ, പാർട്ണർ വിസ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരാവുന്ന സാഹചര്യം ചില വിമാന കമ്പനികൾ നേരിട്ട് വരാവുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി അപ്രൂവൽ, പ്രത്യേകിച്ചുള്ള പെർമിറ്റ് എടുക്കണം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്. ചില വിമാന കമ്പനികൾ അതിനുവേണ്ടി ശ്രമിക്കുകയും ചില ആളുകൾക്ക് അത് കിട്ടുകയും അടുത്ത ദിവസം വന്നിറങ്ങുമെന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോവുകയാണ്. 48 മണിക്കൂറിനിടയിലെ PCR ടെസ്റ്റ് എടുത്തു വേണം അങ്ങനെയുള്ളവർ യാത്ര ചെയ്യാൻ. ഇപ്പോഴും പറഞ്ഞിട്ടില്ല വാക്സിൻ എടുത്ത ആളുകൾ മാത്രം UAE-യിലേക്ക് വന്നാൽ മതി എന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ ജൂൺ 18 വരെ. ഇനിയിപ്പോൾ സാർവത്രികമായി ഫ്ലൈറ്റുകൾ വരുമ്പോൾ അങ്ങനെ പറയുമോ എന്ന സംശയമില്ലാതില്ല. എങ്കിലും 2 കാര്യങ്ങൾ: വാക്സിൻ എടുത്തവർ നാട്ടിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടത്, അതിന്റെ രേഖകളാക്കി വെക്കേണ്ടത്, അത് നമ്മുടേതാണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ട പാസ്പോർട്ട് നമ്പറോ മറ്റോ എഴുതി ചേർക്കേണ്ടത് ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി എടുക്കാൻ പെട്ടെന്ന് വരണം. അതേസമയം 2ാമത്തെ ഡോസ് എടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് പ്രവാസികളെന്ന പരിഗണന നൽകി അകലം കൂടാതെ കണ്ട്, കാലവ്യത്യാസം ഇല്ലാതെ കണ്ട് 2ാമത്തെ ഡോസ് പരമാവധി വേഗതയിൽ കൊടുക്കാനൊരു സംവിധാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ നോർക്കയിലോ മറ്റോ വിളിച്ച്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഏർപ്പാടാക്കി നിൽക്കണം എന്ന കാര്യം കൂടി പറയുകയാണ്. ഫ്ലൈറ്റൊക്കെ സജീവമാകുമ്പോഴേ ഈ വിഷയത്തിലും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഏതായാലും നാളെ ഈ ഫ്ലൈറ്റിൽ ആളുകൾ വരുമോ എന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് അത് സാർവത്രികമായോ എന്ന കാര്യം തീരുമാനിക്കാം. ഇതിനിടയിൽ മുംബൈ പറയുന്നു, മഹാരാഷ്ട്ര പറയുന്നു, മുംബൈയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർ വാക്സിൻ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് നിർബന്ധിത ക്വാറന്റൈൻ വേണ്ട. അപ്പോൾ സാഹചര്യം കുറച്ചൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ്. അത് ലോകം മനസ്സിലാക്കണം. എല്ലാവരും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ സാഹചര്യം മാറിയെന്ന കാര്യം അറിയണം, അറിഞ്ഞേ പറ്റൂ. ഇത് നമ്മുടെ ആളുകളുടെ വിസ കാലാവധി കഴിഞ്ഞവരുടെ, ജോലി നഷ്ടപ്പെട്ടുവെന്ന ഭയത്തിൽ കഴിയുന്നവരുടെ ഒക്കെ വിഷയമാണിത്. അവരൊക്കെ തിരിച്ചെത്തിയേ പറ്റൂ. ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് നാട്ടിൽ കഴിയുന്ന മിടുക്കരായ ജീവനക്കാരെ വേണം. നാട്ടിൽ കഴിയുന്നവർക്ക് ഇവിടുത്തെ സ്ഥാപനത്തിൽ വന്നു ചേർന്ന് കുടുംബം, ആ കുടുംബത്തിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ ഇതൊക്കെ നേരെയാകണം പെട്ടെന്ന്. അതിനുവേണ്ടിയാണ് എല്ലാവരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നതെന്ന് ഓർമ്മ വേണം. മറ്റൊരു ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് വന്നു നിരവധി യാത്രക്കാരുമായി. പക്ഷേ അത് എയർ ഇന്ത്യയുടെ ക്രൂ അംഗങ്ങളാണ് വന്നത്. എല്ലാവരും വാക്സിൻ എടുത്തിട്ടാണ് വന്നത്.
എല്ലാ നിബന്ധനകളും പാലിച്ച് ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റുകൾക്ക് പോകാൻ വേണ്ടി സജീവമായിട്ട് കുറേ ആളുകൾ, ക്രൂ അംഗങ്ങൾ വന്നിറങ്ങിയ ഒരു ഫ്ലൈറ്റ് നിറയെ എന്നാണ് ഇന്ന് രാവിലെയുള്ള റിപ്പോർട്ട് പറയുന്നത്. ഇന്ന് UAE-യിൽ 1942 കേസുകളാണ്. 2.5 ലക്ഷത്തിലധികം ആളുകളെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 1942 കേസുകൾ കണ്ടുപിടിച്ചത്. എന്ന് വെച്ചാൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 1% വളരെ താഴെയാണ്. 1918 പേർ റിക്കവറി ആവുകയും ചെയ്തു. 6 മരണം സംഭവിച്ചു. 1747 1747 മൊത്തം മരണസംഖ്യ. ഇപ്പോൾ 19,000-ലധികം ആളുകൾ ആക്റ്റീവ് രോഗബാധിതരായി UAE-യിൽ കഴിയുകയാണ്. അബുദാബിയിൽ ഇനി സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് അടുത്ത ആ ഒരു സെപ്റ്റംബറോട് കൂടി ആരംഭിക്കുമ്പോൾ കുട്ടികൾക്ക് പോയിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് ഭൂരിഭാഗം രക്ഷകർത്താക്കളും അഭിപ്രായപ്പെടുന്നതെന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പറയുകയാണ്. ഇനി എല്ലാവരെയും അറിയിക്കേണ്ടതും ലോകം മുഴുവനും ഇപ്പോൾ പ്രചരിക്കുന്നതുമായ ഒരു കാര്യം നമ്മൾ അറിയുകയും അതനുസരിച്ച് പെരുമാറാൻ ബാധ്യസ്ഥത കാണിക്കുകയും വേണം. ലോകാരോഗ്യ സംഘടന, ബ്രിട്ടൻ, ജർമ്മനി, അമേരിക്ക ഈ 3 രാജ്യങ്ങളും 4ാമത്തെ പ്രസ്ഥാനം WHO-യും പറയുന്നു ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയ ഡെൽറ്റ എന്ന് പറയുന്ന വകഭേദം അതാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും അടുത്ത തരംഗത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് ഇതാണ് ഈ ഡെൽറ്റ എന്ന് പറഞ്ഞുകൊണ്ട് WHO-യുടെ ചീഫ് സയന്റിസ്റ്റാണ് ഇന്ത്യക്കാരിയായ സൗമ്യ സ്വാമിനാഥൻ. അവരാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലോകത്തോട് ഡിക്ലെയർ ചെയ്യുന്നത്. നമുക്കതിൽ അഭിമാനിക്കാം. ഒരു വിഷയത്തിൽ ഒരു ഇന്ത്യക്കാരിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ്. പഠനങ്ങളെല്ലാം വെച്ചുകൊണ്ട് താരതമ്യം നടത്തി, ഒരു പഠനം നടത്തി ലോകത്തോട് സത്യങ്ങൾ പറയേണ്ടത്, അപ്പോൾ വിവരങ്ങൾ അറിയിക്കേണ്ടത് സൗമ്യയാണ്. സൗമ്യ പറയുന്നു ഡെൽറ്റയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടകാരി, ലോകം മുഴുവൻ നിറഞ്ഞു കവിയുന്ന വിധത്തിലേക്ക് അത് മാറുകയാണെന്ന്. ഏതായാലും വലിയ ആപത്തും പ്രശ്നങ്ങളും കൂടാതെ കടന്നു പോകട്ടെ ഇനിയുള്ള മാസങ്ങൾ എന്ന് പ്രാർത്ഥിക്കണം നമ്മൾ. ഇപ്പോൾ UK ഈ മാസം 21-ന് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ ജൂലൈ 19-നേ ആകൂ ലോക്ക്ഡൌൺ മാറ്റൂ എന്ന് പറയുകയാണ്. ഒക്ടോബറിൽ 3ാം തരംഗത്തിന്റെ സാധ്യത എന്ന് ഇന്ത്യയിലെ വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിലെ സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇന്ത്യയിൽ ഇന്ന് രാത്രി 9:45 കൂടി കിട്ടിയ WHO റിപ്പോർട്ടിൽ 59,000 കേസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. 1200 മരണവും. ഇന്നലെ 67,000 ആയിരുന്നു. നേരം വെളുക്കുമ്പോൾ അതിന് താഴെ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കേരളത്തിലും കുറവാണ്. 10.22 TPR, 90 മരണം, 11,000-ൽ പരം രോഗബാധയും. ഇന്ന് ഹീത്രൂ വിമാനത്താവളത്തിൽ ലണ്ടനിൽ ഒരു ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനം അതിന്റെ നോസ് ഭാഗം അടർന്നു വീണുപോയി. ടാർമാക്കിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഭാഗ്യം അതിൽ ലഗേജ് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. യാത്രക്കാരുണ്ടായിരുന്നില്ല. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും അത്ഭുതമാണത്. എങ്ങനെ അടർന്നു വീണു, എങ്ങനെ നോസ് ഗിയർ മാറിപ്പോയി എന്ന വിഷയമൊക്കെ പഠിക്കേണ്ട വിഷയമാണ്. ഇസ്രായേൽ 1 മില്യൺ ഡോസുകളാണ്, വാക്സിൻ ഡോസുകളാണ് ഫലസ്തീൻ അതോറിറ്റിക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ 2 കൂട്ടരും തമ്മിലടിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷേ പുതിയ ഭരണകൂടം വന്നു ആദ്യമെടുത്ത തീരുമാനം 1 മില്യൺ വാക്സിൻ ഡോസ് ഫലസ്തീൻ മേഖലയ്ക്ക് കൊടുക്കണമെന്നതാണ്. അതിനിടയിൽ കൂടി ഫലസ്തീൻ വെറുതെ വെടിവെച്ച് കൊന്നതിന്റെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഗസ ഭാഗത്തേക്കൊരു ബോംബറിൽ പോയിട്ട് ബോംബിട്ട കാര്യവും വന്നിട്ടുണ്ട്. ഒരു വഴിക്കൂടി അത് നടക്കുന്നുണ്ട്. അബുദാബിയിലെയും അലൈനിലെയും ഡ്രൈവ് ത്രൂ സെന്ററുകളിൽ ഇനി വെള്ളിയാഴ്ചയും പ്രവർത്തനം ഉണ്ടാകും. ഈ PCR-മായി ബന്ധപ്പെട്ടത് എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. ലോകം ഒരു പുതിയ ഘട്ടത്തിന്റെ പ്രത്യാശയുടെയും ആശങ്കയുടെയും ഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 1.5 കൊല്ലം മുമ്പ് നമ്മൾ ശീലിച്ചു വെച്ച എപ്പോഴും കൈ കഴുകുക, മാസ്ക് ധരിക്കുക. ഈ മാസ്ക് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. 2-3 പേർ ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ മാസ്ക് ധരിക്കണം, അകലം പാലിക്കണം. അതൊരു നിർബന്ധ വൃത്തിയായി ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവന്നേ പറ്റൂ. എപ്പോഴും സോപ്പും വെള്ളവും ഉപയോഗിച്ചുകൊണ്ട് കഴുകുക, കൈ കഴുകുക. അതുപോലെ തുമ്മുമ്പോൾ, മൂക്ക് ചീറ്റുമ്പോൾ ഒക്കെ നമ്മൾ പരസ്യമായിട്ട് ഇങ്ങനെ ആളുകൾക്കിടയിലേക്ക് നമ്മുടെ ആ ധൂളികൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം കൈമുട്ടിന്മേൽ വെച്ചോ അങ്ങനെയുള്ള രൂപത്തിലോ മാറി നിന്നോ ഒക്കെ ചെയ്യുക. ഇത് എയറിലൂടെയും ഇതിന്റെ വൈറസ് ഇങ്ങനെ പോകുന്നു എന്ന് അറിയുന്നതാണ്. അതുകൊണ്ട് ജാഗ്രത അത്യധികമായി പാലിക്കേണ്ട സമയമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ബാക്കി യാത്രാ സംബന്ധമായ കാര്യങ്ങളൊക്കെ പടിപടിയായി ഘട്ടം ഘട്ടമായി ശരിയായി വരുമെന്നും ഇനിയുള്ള 1 മാസത്തിനിടയിൽ നമ്മുടെ ജീവിതം ഇപ്പോൾ കഴിഞ്ഞ 2 മാസം പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടി ആഹ്ലാദഭരിതമായി മാറാനുള്ള മികച്ച തുടക്കമാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ജൂൺ 18-ന്റെ
ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.